വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ രണ്ടാം മിശിഹായുടെ സെക്കൻഡ് ക്രൈസ്റ്റിന്റെ തിരുനാൾ ദിവസമാണ്. വലിയൊരു വ്യാപാരിയുടെ മകൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഉരിഞ്ഞു മാറ്റി കർത്താവിന്റെ കുരിശിലെ നഗ്നതയെ പുൽകിയതിന്റെ പേരാണ് ഫ്രാൻസിസ് അസീസി. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ വിശുദ്ധരുടെ ജീവിതമൊക്കെ നമ്മളെ ഈ കാലത്ത് ചലഞ്ച് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയാണ്. എന്തെങ്കിലും സ്വന്തമാക്കിയിട്ട് ഇന്ന് നമ്മൾ അങ്ങനെ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നത്. അത് വാങ്ങിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. മാർക്കറ്റിൽ പുതിയൊരു സാധനം ഇറങ്ങി, അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം. അത് വീട്, കാറ്, ഗാഡ്ജറ്റ്സ്, അങ്ങനെ എന്തും ആകാം. ദാറ്റ്സ് മിയർ പ്ലഷർ. അത് കഴിയുമ്പോൾ നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും തൃപ്തി കിട്ടാത്ത ഒരു ദാഹം നമ്മളിൽ ഉണ്ട് താനും. ഇന്ന് നമുക്ക് പറ്റുന്ന അപകടം അതല്ലേ? ഒരു വിഗ്രഹവൽക്കരണം നടക്കുന്നില്ല ഇവിടെ. പൂജാവിധികളുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ ചുരുങ്ങി പോകുന്നില്ലേ? എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ധരിക്കുന്നു. അതുപോലെ കർത്താവിനെ കണ്ട് കർത്താവിന്റെ പിറകെ നടന്ന് കർത്താവിന്റെ അടയാളത്തെ, ബ്രാൻഡിങ് മാർക്കിനെ ദേഹത്തേറ്റുവാങ്ങിയവനാണ് ആര്? ഫ്രാൻസിസ് അസീസി. അതാണ് ഫ്രാൻസിസ് അസീസിക്ക് ലഭിച്ച പഞ്ചശതങ്ങൾ. 5 വാക്കുകൾ പറയാം. ഈ 5 വാക്കുകൾ ഈ കാലത്ത് ഫ്രാൻസിസ് അസീസി നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ ഒരുക്കുന്ന 5 മേഖലകളാണ്. അതുകൊണ്ട് ഈ 5 എണ്ണം പറഞ്ഞ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്നവർ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 4 ശനി, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ രണ്ടാം മിശിഹായുടെ സെക്കൻഡ് ക്രൈസ്റ്റിന്റെ തിരുനാൾ ദിവസമാണ്. തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട വായനകളാണ് നമ്മൾ ഇന്ന് കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും, ലേഖനം ഗലാത്യ ലേഖനത്തിൻ്റെ 6 അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുമാണ്. മത്തായി സുവിശേഷം 11 അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. പേന എടുക്കാം. ചില ഭാഗങ്ങൾ, ചിലതല്ല. ഇന്നത്തെ 2 വായനയും എത്ര കൃത്യമായിട്ടാണെന്നറിയാമോ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അല്ല, തിരുനാളിന് ഏറ്റവും യോജിച്ച 2 ഭാഗങ്ങളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഈശോ ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ. അവിടെ തന്നെ വരയ്ക്കണം, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ 28 വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും, നുകം വഹിക്കുക അടയാളപ്പെടുത്തേണ്ടതാണ്, നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഈശോയിൽ നിന്ന് പഠിച്ചവൻ ഫ്രാൻസിസ് അസീസി. ഈ ഭാഗമൊക്കെ ഓർത്തിട്ട് വേണേ ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം പിന്നെ പൗലോസ്ലീഹായ്ക്കും ഫ്രാൻസിസ് അസീസിക്കും ഒരേ മനസ്സാന്ന് തോന്നും. അതുപോലെയാണ് ഗലാത്യ ലേഖനം 6 അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേൻ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. എൻ്റെ സന്തോഷം, എൻ്റെ അഭിമാനം, എൻ്റെ മേന്മ കർത്താവിൻ്റെ കുരിശിൽ മാത്രം. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കൃത്യം ഫ്രാൻസിസ് അസീസിയാണത്. അടുത്തത്, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പ്രധാനം, എ ന്യൂ ക്രീച്ചർ. അത് കൃത്യം ഫ്രാൻസിസ് അസീസി അഗെയിൻ. പിന്നെ താഴോട്ട്, എൻ്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ഞാൻ ധരിക്കുന്നു. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. അസീസി പുണ്യാളനോട് ചേർന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പേ ജീവിച്ചുപോയ, 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുപോയ ഒരു വിശുദ്ധൻ ഇന്നും ഏറെ പ്രസക്തിയുണ്ട് ഫ്രാൻസിസ് അസീസിക്ക്. ആ തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ ധ്യാനത്തിലേക്ക് 1181 ജനിച്ച് 1226 മരിച്ച ഒരു വിശുദ്ധൻ, 45 വയസ്സു മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയ ഒരു വിശുദ്ധൻ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്നതാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. ശിശുക്കൾ എന്നുള്ളതിന് ചെറുതുങ്ങൾ എന്നുകൂടി അർത്ഥമുണ്ട്. എളിയവർക്ക് കൊടുത്തു. കർത്താവിൽ നിന്ന് ആ ജ്ഞാനം എളിയവനായ ഫ്രാൻസിസ് അസീസി വാങ്ങിച്ചെടുക്കുന്ന കാഴ്ചയാണ് അസീസിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്.
കർത്താവിന് വേണ്ടി ജീവിതത്തെ ക്രൂശിൽ തറയ്ക്കുകയാണ്. ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ കർത്താവിന് വേണ്ടി. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ലോകം എനിക്കും അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ചെറുതാകുകയായിരുന്നു അങ്ങ് ഫ്രാൻസിസ് അസീസി. വലിയൊരു വ്യാപാരിയുടെ മകൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് എല്ലാം ഉരിഞ്ഞു മാറ്റി കർത്താവിൻ്റെ കുരിശിലെ നഗ്നതയെ പുൽകിയതിൻ്റെ പേരാണ് ഫ്രാൻസിസ് അസീസി. താഴേക്ക് അദ്ദേഹം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഘോഷണങ്ങളൊക്കെ. കാരണം അദ്ദേഹത്തിൻ്റെ സന്തോഷവും സമാധാനവും കണ്ടെത്തിയത് എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടല്ല, ആർജിച്ചിട്ടല്ല, പൊസഷൻസ് അല്ല, മറിച്ച് പ്യുവർലി സറണ്ടറിങ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ വിശുദ്ധരുടെ ജീവിതമൊക്കെ നമ്മളെ ഈ കാലത്ത് ചലഞ്ച് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയാണ്. എന്തെങ്കിലും സ്വന്തമാക്കിയിട്ട് ഇന്ന് നമ്മൾ അങ്ങനെ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നത്. അത് വാങ്ങിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. മാർക്കറ്റിൽ പുതിയൊരു സാധനം ഇറങ്ങി, അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം. അത് വീട്, കാറ്, ഗാഡ്ജറ്റ്സ്, അങ്ങനെ എന്തും ആകാം. പൊസഷനിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ. പക്ഷെ നമുക്കറിയാം ദാറ്റ്സ് മിയർ പ്ലഷർ. അത് കഴിയുമ്പോൾ നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും തൃപ്തി കിട്ടാത്ത ഒരു ദാഹം നമ്മളിൽ ഉണ്ട് താനും. അവിടെയാണ് ഫ്രാൻസിസ് അസീസി ഒരു ധനവാന്റെ മകനായിരുന്നിട്ട് എല്ലാം സറണ്ടർ ചെയ്തിട്ട് ഒരു ആന്തരിക സന്തോഷം, ആനന്ദം കണ്ടെത്തി, ഒരു സമാധാനം കണ്ടെത്തി. നുകം വഹിച്ചവൻ, ഈശോ പറയുന്നുണ്ട്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ്. കാഴ്ചക്കാർക്ക് അങ്ങനെയല്ല കേട്ടോ. കാരണം ആ നുകം അനുസരണത്തിൻ്റെ നുകമാണ്, ആ നുകം എളിമപ്പെടലിൻ്റെ നുകമാണ്, ആ നുകം പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ നുകമാണ്. കാണുന്നവർക്ക് ആ നുകം എളുപ്പമല്ല, പക്ഷേ അത് സന്തോഷത്തോടെ വഹിക്കുന്നവന് അത് ഭാരം ലഘുവാണ്, അത് വളരെ ലൈറ്റാണ്. അതുകൊണ്ടാണ് സെൻറ്റ് ബെനവന്തൂരെ പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെ, അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ നുകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കാളയെ പൂട്ടുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് വെക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ നുകം എന്നുള്ള വാക്ക് അത്ര എളുപ്പമായിരിക്കത്തില്ല. മുതിർന്ന തലമുറയ്ക്കെങ്കിലും അവരുടെ ഓർമ്മയിൽ കിടപ്പുണ്ട്. ഈ മുതുകത്തോട്ടെടുത്ത് വെക്കുന്ന സാധനമാണ് നുകം. അപ്പോൾ അതിനെക്കുറിച്ച് അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നത്, കർത്താവിൻ്റെ നുകം നമ്മളെ തകർത്ത് കളയുന്ന നുകമല്ല, മറിച്ച് ആ നുകം നമ്മളെ കൂടെ വഹിക്കും. നമുക്ക് തോന്നും നമ്മളാണ് നുകം വഹിക്കുന്നതെന്ന് തോന്നും. പക്ഷെ കർത്താവിൻ്റെ നുകത്തിൻ്റെ പ്രത്യേകത, അത് സറണ്ടറിങ് ആയിട്ട് അങ്ങ് കർത്താവിന് കീഴ്പ്പെട്ട് ഏറ്റെടുക്കുന്നവരെ ആ നുകം വഹിക്കുന്ന അനുഭവം ഉണ്ടാകും. നുകം നമ്മളെ തകർക്കുന്നതല്ല, നമ്മളെ താങ്ങുന്നതാണ് കർത്താവിൻ്റെ നുകം. എന്നിട്ട് ഈ ഫ്രാൻസിസ് അസീസി കർത്താവിനെ ഇങ്ങനെ ദൂരെ കണ്ട് ആരാധിച്ച് തീർന്നു പോയ ഒരാളല്ല. ഇന്ന് നമുക്ക് പറ്റുന്ന അപകടം അതല്ലേ, വി ആർ എൻഡിങ് അപ്പ് ആസ് എ കൾട്ടിക് റിലീജിയൻ. ഒരു വിഗ്രഹവൽക്കരണം നടക്കുന്നില്ലേ ഇവിടെ? പൂജാവിധികളുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ ചുരുങ്ങി പോകുന്നില്ലേ? ഫ്രാൻസിസ് അസീസി പറയുന്നതെന്നറിയാമോ? ഐ ആം ബ്രാൻഡഡ്. അതായത് കർത്താവ്, നമ്മൾ ഈ വലിയ ബ്രാൻഡുകളൊക്കെ, നല്ല ബ്രാൻഡ് ഷർട്ടൊക്കെ ഇടുമ്പോൾ നമുക്കറിയാം ആ ഷർട്ടിൽ അതിൻ്റെ മേക്കേഴ്സിൻ്റെ, അതിൻ്റെ ഏത് ബ്രാൻഡാണോ അവരുടെ ഒരു സൈൻ കാണത്തില്ലേ, ഒരു അടയാളം കാണത്തില്ലേ, ഒരു സിമ്പിൾ, ഒരു ലോഗോ കാണില്ലേ? അതാണ് കൃത്യം ഈ പൗലോസ്ലീഹ പറയുന്നത്. ഇനി നോക്കിക്കേ 17-ാം വാക്യം, എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ധരിക്കുന്നു. അതുപോലെ കർത്താവിനെ കണ്ട് കർത്താവിൻ്റെ പിറകെ നടന്ന് കർത്താവിൻ്റെ അടയാളത്തെ, ആ ബ്രാൻഡിങ്ങിനെ, ആ ബ്രാൻഡിങ് മാർക്കിനെ ദേഹത്തേറ്റുവാങ്ങിയവനാണ് ആര്? ഫ്രാൻസിസ് അസീസി. അതാണ് ഫ്രാൻസിസ് അസീസിക്ക് ലഭിച്ച പഞ്ചശതങ്ങൾ, സ്റ്റിഗ്മാറ്റ. അതിനെക്കുറിച്ച് സെയിൻറ്റ് ബൊണവന്തൂരെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സ്റ്റിഗ്മാറ്റ ഫ്രാൻസിസ് അസീസിക്ക് ലഭിച്ചതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സറാഫുകൾ കടുത്ത സ്നേഹത്തോടെ, മാലാഖമാർ ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ, സറാഫുകൾ കടുത്ത സ്നേഹത്തോടെ ഫ്രാൻസിസ് അസീസി കർത്താവിൻ്റെ കുരിശിലേക്ക് തന്നെ ചേർത്ത് വെച്ച് ആ ആണിയുടെ ആ മുറിവ് ഏറ്റെടുക്കുകയായിരുന്നു എന്ന്. കർത്താവിലേക്ക് തന്നെ അങ്ങ് ചേർത്ത് വെച്ചവനാണ് ഫ്രാൻസിസ് അസീസി. അവൻ്റെ മുദ്ര എൻ്റെ മേലുണ്ടെന്ന് പറയാൻ മാത്രം കർത്താവ് ഓൺ ചെയ്തവനാണ് ഫ്രാൻസിസ് അസീസി. അപ്പം നമുക്ക് നല്ല മാതൃകയായിട്ട് ഈ ഫ്രാൻസിസ് അസീസി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഞാനൊരു 3-4-5 കാര്യങ്ങൾ, ഒരു 5 വാക്കുകൾ പറയാം. ഈ 5 വാക്കുകൾ ഈ കാലത്ത് ഫ്രാൻസിസ് അസീസി നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ ഒരുക്കുന്ന 5 മേഖലകളാണ്. അതുകൊണ്ട് ഈ 5 എണ്ണം പറഞ്ഞ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്നവർ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. ഒന്നാമത്തത് ഹ്യൂമിലിറ്റി, എളിമ പഠിക്കാൻ ഫ്രാൻസിസ് അസീസി നമ്മളെ സഹായിക്കും.
ഒരു പ്രഭുകുമാരനായിട്ട്, ഒരു കച്ചവടക്കാരൻ്റെ മകനായിട്ട് അയാൾ താന്ന ഒരു താഴ്ചയുണ്ടല്ലോ. ഒന്നും അല്ലാതിരുന്നിട്ടും എന്തൊക്കെയാണെന്ന് നമ്മൾ ഭാവിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഈശോ ഈ 12-ാം നൂറ്റാണ്ടിൽ 13-ാം നൂറ്റാണ്ടിൽ ഭൂമിയിൽ പിറന്ന രണ്ടാം മിശിഹ എന്ന് ലോകം സ്നേഹത്തോടെ വിളിക്കുന്ന ഫ്രാൻസിസ് അസീസി നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? എല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യ രൂപം ധരിച്ച് കർത്താവ് താഴേക്കിറങ്ങി വന്നതുപോലെ, ഫ്രാൻസിസ് അസീസി താഴേക്കിറങ്ങി വന്നതുപോലെ ഒരു എളിമയുടെ പാഠം നമ്മൾ ഈ കാലത്ത് പഠിക്കാനും ജീവിക്കാനും അസീസി പുണ്യവാളൻ നമ്മളെ സഹായിക്കും. ഒന്നാമത്തത് എളിമ. 2, പോവർട്ടി, ദാരിദ്ര്യം. അത് പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. ദാരിദ്ര്യവും ദരിദ്രവാസിത്തരവും രണ്ടാണെന്ന് ഞാൻ തമാശയ്ക്ക് പറയും. അതായത് ഒന്നും അക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തേക്കാൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാം ഉണ്ട്, ഉള്ളതൊക്കെ എല്ലാവർക്കും, ഇനി അടുത്ത് കൊടുത്താലും സാരമില്ല, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ മടിയില്ല. ഒരു ആത്മാവിൽ ദാരിദ്ര്യം ജീവിക്കുക, പോവർട്ടി. 1 എളിമ കിട്ടാൻ പ്രാർത്ഥിക്കണം, 2 പോവർട്ടി കിട്ടാൻ പ്രാർത്ഥിക്കണം, 3 ആനന്ദം, ജോയ്, ആനന്ദം. ശരിക്കും ഈ ഫ്രാൻസിസ് അസീസി ആനന്ദത്തിൻ്റെ പാട്ടുകാരനായിരുന്നു. ആൾക്കെല്ലാം സന്തോഷമാണ്. അതുകൊണ്ടല്ലേ സഹോദരൻ സൂര്യ, സഹോദരി ചന്ദ്രൻ എന്ന് വിളിക്കുന്നത്, ബ്രദർ സൺ ആൻഡ് സിസ്റ്റർ മൂൺ. അവസാനം തന്നെ പുൽകാൻ വന്ന മരണത്തെ പോലും സഹോദര എന്നാണ് അസീസി വിളിക്കുന്നത്. എല്ലാം ആനന്ദത്തിൻ്റെ പാട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. കർത്താവിനെ അനുഭവിച്ചവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ നല്ല ഉദാഹരണമാണ്. ധരിച്ചു മാറാൻ മറ്റൊരു ഇല്ലാത്തപ്പോഴും, ചെന്ന് കയറാൻ ഒരു കൂരയില്ലാത്തപ്പോഴും അസീസിയുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ഒരു ആനന്ദത്തിൻ്റെ അനുഭവമുണ്ട്. അയാളുടെ ചുവടുകൾക്ക് നൃത്തച്ചുവട് കൈവരുന്നത് ആനന്ദത്തിൻ്റെ പാട്ട് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ ഹ്യൂമിലിറ്റി, പോവർട്ടി, ജോയ്, ആനന്ദം. 4 പീസ്, അനുരഞ്ജനം, സമാധാനമാണ്. അത് സാധ്യമാകുന്ന അനുരഞ്ജനത്തിലൂടെയാണ് പ്രിയമുള്ളവരെ. സമാധാനം, 4 വാക്ക്. സമാധാനം കിട്ടാൻ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥ്യം തേടണം നമ്മൾ. അങ്ങനെ നമ്മൾ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഫ്രാൻസിസ് അസീസി. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ കുറേ കൂടെ നമ്മൾ ഇനി ഈ കാലത്ത് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് സമാധാനക്കേടുകൾ ഏറെയുള്ളൊരു ലോകത്ത് വ്യക്തി ജീവിതത്തിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. പൂർവ്വകാലത്തോട് നമുക്ക് റീകൺസൈൽ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ തന്നെ ചെയ്തു പോയ ചില മണ്ടത്തരങ്ങളോട്. ഈ അടുത്ത ദിവസം ഒരു കുട്ടി വന്നിട്ട് സംസാരിക്കുകയായിരുന്നു ഇവിടെ കാനഡയിൽ വെച്ച്. സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. പൂർവ്വകാലത്തോട് രമ്യപ്പെടാൻ പറ്റുന്നില്ല. മുമ്പപ്പോഴും എടുത്തുപോയ ചില തീരുമാനങ്ങളോട്, ആ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി, സാരമില്ല. പക്ഷെ ആ തീരുമാനങ്ങളുടെ പേരിൽ സ്വയം വെറുക്കുകയാണ്. ആ സ്വയം വെറുക്കുമ്പോൾ എന്താ, നമ്മളിൽ തന്നെ സമാധാനമില്ലാതായി പോകുന്നുണ്ട്. ഫസ്റ്റ് റീകൺസൈൽ വിത്ത് യുവർ സെൽഫ്. നിന്നോട് തന്നെ നീ ഒന്ന് അനുരഞ്ജനപ്പെടുകയും നിന്നിൽ തന്നെ ഒന്ന് സമാധാനം കണ്ടെത്തുകയും ചെയ്യുക. 2 കുടുംബങ്ങളിൽ സമാധാനം. ഒത്തിരി സമാധാനക്കേടിൻ്റെ ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറുന്നൊരു കാലത്ത് സമാധാനമുണ്ടാകാൻ അസീസിയുടെ മാധ്യസ്ഥ്യം തേടാം. 3 നമ്മുടെ സൊസൈറ്റിയിൽ മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ ജീവിക്കുന്നൊരു സമൂഹം വിഘടിക്കുകയും മുറിവേൽക്കുകയും ചെയ്യുന്നൊരു കാലത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ അസീസിയുടെ കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ലോർഡ്, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് യുവർ പീസ്. നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണേ എന്നെ എന്ന് പ്രാർത്ഥിക്കണം. 5 കാര്യം, പരിസ്ഥിതിയോടൊരു ആഭിമുഖ്യം, ഒരു സ്നേഹമുണ്ടാകാൻ പരിസ്ഥിതിയോട്. അതാണ് ലൗദാത്തോ സി എന്ന എഴുത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. അസീസി ലോകത്തെ പഠിപ്പിച്ചു നന്നായിട്ട്. ഫ്രാൻസിസ് അസീസി എന്താ പഠിപ്പിച്ചത്? നേച്ചർ ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ് ടു ബി എക്സ്പ്ലോയിറ്റഡ്. അതായത് നമുക്ക് ചൂഷണം ചെയ്യാനുള്ളൊരു വസ്തുവല്ല പ്രകൃതി. നോട്ട് ആൻ ഒബ്ജക്റ്റ് ടു ബി എക്സ്പ്ലോയിറ്റഡ് ബട്ട് എ ഗിഫ്റ്റ് ടു ബി ചെറിഷ്ഡ്. നമ്മൾ അതിനെ ഇങ്ങനെ വളർത്തിയെടുക്കേണ്ട നമുക്ക് നൽകപ്പെട്ടൊരു ദാനമാണ് നമുക്ക് പ്രകൃതി എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ ചിന്തകളോടുകൂടി ഫ്രാൻസിസ് അസീസിയുടെ ഈ വലിയ പുണ്യവാളൻ്റെ തിരുനാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, അസീസിൽ എന്ന പോലെ നിൻ്റെ മുദ്ര എന്നിൽ ചാർത്തണമേ. അസീസിക്ക് എന്നതുപോലെ നിൻ്റെ മുഖം എനിക്ക് നൽകണമേ. ആ മുഖം എന്നെ താങ്ങട്ടെ. അസീസിക്ക് എന്നതുപോലെ
നിന്റെ ആനന്ദം എനിക്ക് നൽകണമേ. ചുറ്റുപാടും സങ്കടങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങുമ്പോഴും ഉള്ളിൽ ഈ ആനന്ദം കെടാതെ സൂക്ഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാനായിരിക്കുന്ന ഇടത്തോട്, പ്രകൃതിയോട് ഒരു സാഹോദര്യം സൂക്ഷിക്കാൻ, അതിനെ മാനിക്കാൻ എന്നെ പഠിപ്പിക്കണേ. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, ഫ്രാൻസിസ് അസീസി എന്ന വലിയ പുണ്യവാളനെ ലോകത്തിന് സഭയ്ക്ക് നൽകിയ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ, ഈ പുണ്യവാളൻ ഞങ്ങൾക്ക് മാതൃകയാകട്ടെ, ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഹ്യൂമിലിറ്റി, എളിമയിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ, ആനന്ദം എപ്പോഴും അനുഭവിക്കാൻ, സമാധാനം കണ്ടെത്താൻ, നീ സൃഷ്ടിച്ച പ്രകൃതിയോട് കരുണയോടും അതിനെ പരിപോഷിപ്പിക്കാനും നിലപാടെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.